സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി രംഗത്ത് വരുന്നവർക്കും സീറ്റിനു വേണ്ടി നെട്ടോട്ടം ഓടുന്നവർക്കും സോഷ്യൽ മീഡിയയിലെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ ആകുന്നവർക്കുമൊക്കെ ഈ പ്രവൃത്തിക്ക് ആയുസ് ഒരുപക്ഷെ വരുന്ന 17-ാം തീയതി വരെ ആയിരിക്കും. കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എല്ലാം തികച്ചും വ്യത്യസ്തമായി ആർക്കും ഒരു പിടുത്തവും കൊടുക്കാതെ തികച്ചും പ്രൊഫഷണൽ നീക്കവുമായാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നീക്കങ്ങൾ. തങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും സാദിഖ് അലി തങ്ങളുടെ പ്രവൃത്തിയിലോ ഭാവത്തിൽ പോലും മനസ്സിലാക്കുവാൻ കഴിയാതെ സ്ഥാനാർത്ഥി നിർണയം തികച്ചും സസ്പെൻസാക്കി നിർത്തുകയാണ് സംസ്ഥാന അധ്യക്ഷൻ. തീരുമാനം പാണക്കാട് നിന്ന് വരുമെന്നും അന്തിമ തീരുമാനം അവിടെ നിന്ന് മാത്രമാണെന്നുമുള്ള ലീഗിലെ കീഴ്വഴക്കം അക്ഷരം പ്രതി പുലരുന്ന കാഴ്ചയാണ് ഇത്തവണയും കാണുന്നത്. പലരും നേരിട്ട് പോലും ചിലർ ശുപാർശകരെ വിട്ട് സമ്മർദ്ദം ചെലുത്തിയും തങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുവാൻ നോക്കുമ്പോഴും പോയവരെ നിരാശരാക്കാതെയും എന്നാൽ പ്രതീക്ഷ നൽകാതെയുമുള്ള സാദിഖ് അലി തങ്ങളുടെ പെരുമാറ്റത്തിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ പോലെ നേതാക്കളും ആശങ്കയിലാണ്. മണ്ഡലത്തിൽ നിങ്ങൾ വീണ്ടും മത്സരിക്കണമെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കുകയെന്നും ഒരു സിറ്റിംഗ് MLA-മാർക്കും സൂചന നൽകിയിട്ടില്ല. എന്നാൽ എല്ലാവരെയും കേൾക്കുവാൻ സംസ്ഥാന അധ്യക്ഷൻ തയ്യാറായിട്ടുമുണ്ട്. തന്നെ സമീപിച്ചവരോടൊക്കെ നോക്കട്ടെ എന്ന ഒരു സാധാരണ വാക്കിൽ സംസ്ഥാന അധ്യക്ഷൻ ഇവരെ തിരിച്ചയക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ആകാംക്ഷ നിറയുകയാണ്. നിലവിൽ ലീഗ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ ആരാണ് സ്ഥാനാർത്ഥിയെന്ന് ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. എന്നാൽ 27 മണ്ഡലങ്ങളിലും ആരൊക്കെ സ്ഥാനാർത്ഥി ആകണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഈ തീരുമാനം മത്സര രംഗത്തുള്ളവർ അറിയുന്നത് പോലും പ്രഖ്യാപിക്കുന്ന സമയത്താണ് എന്നുള്ളത് ലീഗ് പാർട്ടിയും അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനും മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇക്കാലയളവിലെല്ലാം ഓരോ മണ്ഡലത്തിലെയും ചിത്രങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യവുമാണ്. വ്യക്തമായ സർവേ ലീഗ് പാർട്ടി നടത്തി കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതാത് മണ്ഡലങ്ങളിൽ ആര് മത്സരിക്കണമെന്ന കാര്യത്തിലും അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. 17-ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ ഉന്നതാധികാര സമിതി അംഗങ്ങളായ PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, PMA സലാം, MK മുനീർ, PV അബ്ദുൽ വഹാബ്, KPA മജീദ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ കൂടിക്കാഴ്ചയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സ് തുറക്കുകയും ചെയ്യും. തുടർന്ന് നേതാക്കളുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾക്കൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവും അതിനുശേഷം ഭരണസിര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർപേഴ്സൺ തുടങ്ങിയവരുടെ പേരുകൾ നിർദ്ദേശിച്ചതും ഇതുപോലെ തന്നെയായിരുന്നു. രാജ്യസഭയിലേക്ക് ഹാരിസ് ബീരാനെ MP ആയി പ്രഖ്യാപിച്ചതും ഏറ്റവും വലിയ മാതൃകയായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്മിജിയെ തിരഞ്ഞെടുത്തതും പൊതുസമൂഹത്തിൽ നിന്ന് വലിയ കയ്യടി നേടിയിരുന്നു. പല മണ്ഡലങ്ങളിലും പല പേരുകളും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും ചില മാധ്യമങ്ങളിലൂടെയും പുറത്തു വരുമ്പോഴും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് തൽപര കക്ഷികളാണ് എന്നുള്ളത് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി തികച്ചും സസ്പെൻഡ് നിറഞ്ഞതായിരിക്കും മുസ്ലിം ലീഗിന്റെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം. എന്തുതന്നെയായാലും ലീഗ് പാർട്ടിയും അതിന്റെ നേതൃത്വവും ഇത്തവണയും ഞെട്ടിക്കും എന്നുള്ളതിൽ സംശയമില്ല.